CBSEയിലോ ISCയിലോ 11th 12th പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഫസ്റ്റ് ഇയർ തീരാറാകുന്ന സമയമാണ്. ഈ സമയം ഒരു പബ്ലിക് എക്സാമിനേഷൻ നമുക്കില്ല, CBSEക്കും ISCക്കും ഇല്ല. നമുക്കറിയാം 10th ക്ലാസ്സിൽ ഒരു പബ്ലിക് എക്സാമിനേഷൻ, ബോർഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തതാണ് CBSE ISC വിദ്യാർത്ഥികൾ. അതിനുശേഷം ഒരു പബ്ലിക് എക്സാം വരുന്നത് +2-ലാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഉള്ള +1 എന്ന ഒരു അക്കാഡമിക് ഇയർ ഒരു റെസ്റ്റ് പീരീഡായിട്ട് ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല. കാരണം ഫസ്റ്റ് ഇയറിന് പബ്ലിക് എക്സാമിനേഷൻ ഇല്ലെങ്കിലും സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ള ടോപ്പിക്കുകളുടെ മുഴുവൻ ബേസിക് കോൺസെപ്റ്റുകൾ നമ്മൾ ക്ലിയർ ആക്കേണ്ടത് ഫസ്റ്റ് ഇയറിനെ ബേസ് ചെയ്തിട്ടാണ്. അതിലൊക്കെ ഉപരി എല്ലാ എൻട്രൻസ് പരീക്ഷകൾക്കും ഒരു +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എഴുതാൻ 42-ലധികം എൻട്രൻസ് പരീക്ഷകളുണ്ട്. അത് നീറ്റെന്നോ JEO കീമോ കുസാറ്റോ NDAയോ IMU AME ഇതേപോലുള്ള പരീക്ഷകൾ ഏതുമാവട്ടെ, ഈ പരീക്ഷകൾക്കെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഇയർ ടോപ്പിക്സുകൾ പബ്ലിക് എക്സാമിനേഷൻ ഇല്ലെങ്കിലും നമ്മൾ നന്നായി പഠിക്കാതെ ഒരു ലേസിനെസ് ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് +1നെ സ്കിപ്പ് ചെയ്യരുത്. വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഫസ്റ്റ് ഇയർ പഠിക്കണം. ഇല്ലെങ്കിൽ മുന്നോട്ട് നാം സ്ട്രഗിൾ ചെയ്യും. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.